ആളെ വിളിച്ചിട്ടുണ്ട്. ആരാ? കുഞ്ചറീസ് വിളിച്ചത്. കുഞ്ചറീസ്. Because I got a yellow card. That's a good thing. I want 10 man standing in my team. Konanju. Raksakala bolo. നീ നാട്ടില് ശബരിമല മൊത്തം ഇതറിയത്തില്ല, സ്വർണത്തിന്റെ വിഷയം അറിയാവോ? ഒന്നും അറിയത്തില്ല. ശബരിമല ക്ഷേത്രത്തിൽ നിന്ന് സ്വർണം മൊത്തം മോട്ടിച്ച് കമ്മ്യൂണിസ്റ്റ് ആൾക്കാരായിരുന്നു അവിടെ ഭരിച്ചുകൊണ്ടിരുന്നത്. ശബരിമല ക്ഷേത്രത്തിന്റെ അവിടുന്ന് ഫുൾ സ്വർണം, അവിടെ എല്ലാം ക്ഷേത്രം പണിഞ്ഞിരിക്കുന്നതല്ല. അവിടുന്ന് ഇതെല്ലാം മുറിച്ച് ചെമ്പാക്കി മൊത്തം. എന്നിട്ട് ഇവന്മാരെല്ലാം മോട്ടിച്ച് പിണറായി ആൻഡ് പാർട്ടി, പിണറായി അല്ല പിണറായിയുടെ ഗ്രൂപ്പ് മോട്ടി. എന്നിട്ടിപ്പോൾ ഇലക്ഷൻ ആയിരുന്നു. ഇലക്ഷൻ ആയപ്പോൾ ഇപ്പം മൊത്തം കോൺഗ്രസ് പിടിച്ച് ഇതിന്റെ പ്രശ്നം. അപ്പൊ കോൺഗ്രസ്സുകാരും എല്ലാം കൂടെ കൂടി ഇറക്കിയ പാട്ടാ. അറിയാമോ? പണ്ട് ഗാനമേളക്കൊക്കെ പാടുന്ന ഇരുമുടി താണ്ടി എന്നൊക്കെ പറയും. ഇരുമുടി താണ്ടി അങ്ങനെ ഒരു പാട്ടുണ്ട്. ശരണം ശരണം അയ്യപ്പ അങ്ങനെയെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത് മാറ്റിയിട്ട് ഇപ്പം അതിപ്പോ കമ്മ്യൂണിസ്റ്റുകാർ തിരിച്ച് കേസ് കൊടുത്തു ആ പാട്ട്. അത് ഇറക്കിയപ്പെടുന്ന സ്വർണം കട്ട് അയ്യപ്പ എന്നൊക്കെ പറഞ്ഞിട്ട്. മൊത്തം നോക്കി ദൈവത്തെ വരെ അവന്മാരെ അയ്യപ്പ പാരഡീസ് വന്നതാണ്. ഇലക്ഷൻ കഴിഞ്ഞ് അത് അവിടെ മൊത്തം സ്വർണത്തിന്റെ വെച്ച പെയിന്റ് അടിച്ചേക്കുന്നവർ. അതെല്ലാം ഇളക്കിക്കൊണ്ട് പോയി ഈ കമ്മ്യൂണിസ്റ്റുകാരും കൂടെ പുട്ടടിച്ചു. അവരല്ലേ ഇപ്പൊ ഭരിച്ചോണ്ടിരിക്കുന്നത്, മൊത്തം പിടിച്ചു എല്ലാത്തിനും. ഈ ഒരു പാട്ടിന്റെ ബലത്തിലാണ് കോൺഗ്രസ് ജയിച്ചത്. മറ്റൊരു ഇതിൽ താറ്റുപോയ കാരണം സഖാക്കൾ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാരല്ലേ.
പോറ്റി ഏതാണ്ട് പോറ്റി മീൻസ് പോറ്റി എന്ന് പറഞ്ഞാൽ അവിടെ ഇത് ചെയ്യുന്നത് പോറ്റിയെ കേറ്റിയെ സ്വർണം കട്ട എന്നൊക്കെ പറഞ്ഞു. അവനെ ഞാൻ 2 പ്രാവശ്യം വിളിച്ചു. ആർക്കറിയാം എവിടെയാണ് പോറ്റിയെ കേറ്റിയതാണ് വന്നത്. ഇതാ അതിന്റെ ഇങ്ങനെയാണ് കട്ട്. ചുമന്നിട്ട് സഹാക്കളായി സ്വർണ്ണപ്പാടികൾ മാറ്റി. ഇതാണ് ഫുൾ ഇലക്ഷന് പാടിക്കൊണ്ട് നടന്നത് എല്ലാവരും. മനസ്സിലാകുന്നുണ്ടോ? ഈ ഉപവരത്വം കോൺഗ്രസ്സുകാരും BJP-ക്കാരും. മനസ്സിലായോ? ഇതിന്റെ ഒറിജിനൽ പാട്ട് കട്ട് മുടിച്ച് ആ അമ്പലത്തിൽ വരെ കട്ട് മുടിച്ചു. ഇവിടെ ഭയങ്കര ഇതല്ലേ, അവിടെ പൈസ അതുപോലെ വീഴുന്നു. ഈ പാട്ടായിരുന്നു ഒറിജിനൽ. ഇതെല്ലാം